ഇന്ന് തിരുസ്വരൂപങ്ങളെല്ലാം തുണി കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഏത് കത്തോലിക്ക ദേവാലയത്തിൽ കയറിയാലും കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് സഭയ്ക്ക് പഠിപ്പിക്കാനുള്ളത്? സഭ പ്രധാനമായിട്ടും പറയുന്നത് കാഴ്ചയുടെ ഉപവാസത്തെക്കുറിച്ചിട്ടാണ്, ഫാസ്റ്റിംഗ് ഓഫ് ദി ഐസ്. അതായത് ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവ്യ രഹസ്യം, ഈശോയുടെ പീഡാസഹനവും മരണവും, അത് ഹൃദയത്തിൽ ആന്തരികമായിട്ട് കാണുവാനും ധ്യാനിക്കുവാനുമായിട്ടും സഭ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഇന്ന് ജനങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടാണോ ഈ സഭ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ്. ബൈബിളിൽ ഉണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 59-ാമത്തെ വാക്യം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത്, അവൻ അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞു എന്നാണ് പറയുക. അതായത് ഈശോയെ അവർ കല്ലെറിയുവാൻ പോകുമ്പോൾ ഈശോ അവരിൽ നിന്ന് മറയുകയും ദേവാലയത്തിന് പുറത്തേക്ക് പോകുകയും ചെയ്തു. അത് സംഭവിക്കുന്നത് ഈശോ പീഡ അനുഭവിക്കുവാൻ പോകുന്നതിന് മുൻപായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ടും പീഡ അനുഭവിക്കുന്നതിന് മുമ്പായിട്ട് ഈശോ സ്വയം പിൻവാങ്ങുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ഒരുങ്ങുകയും ചെയ്തു എന്നാണ് അർത്ഥം. നമ്മൾ പള്ളികളിൽ വിശുദ്ധരുടെയും രൂപങ്ങൾ കാണാറുണ്ട്, ക്രൂശിത രൂപവും കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ട് മറയ്ക്കുന്നത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതോ ക്രൂശിത രൂപം നമ്മൾ മറച്ചതിന് ശേഷം അത് അനാവരണം ചെയ്യുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. അതായത് ഈശോയുടെ മരണസമയത്ത്. അതായത് ആ ദിവ്യരഹസ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിൻ്റെ മുന്നിൽ ഒരു ആത്മീയ മനഃശാസ്ത്രവും കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും കണ്ടിരുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസം നമ്മളിൽ മറയ്ക്കപ്പെടുമ്പോൾ ഈ മറയ്ക്കപ്പെട്ടതിൽ നമ്മൾ തീക്ഷ്ണതയോടുകൂടെ നോക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അത് പിന്നീട് നമ്മളുടെ മുമ്പിൽ അനാവരണം ചെയ്യുമ്പോൾ അതിനെ, ആ രഹസ്യത്തെ നമ്മൾ വീണ്ടും നേരിൽ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുക. അപ്പോൾ മറ്റുള്ള വിശുദ്ധരുടെ രൂപം മറയ്ക്കുന്നത് നമ്മൾ പിന്നീട് അനാവരണം ചെയ്യുന്നത് ഈസ്റ്ററിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മാത്രമേ വിശുദ്ധരുടെ രൂപങ്ങൾക്ക് പോലും പ്രസക്തിയുള്ളൂ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ സഭ എപ്പോഴാണ് ഈ ഒരു ആചാരം ആരംഭിക്കുന്നത്? സഭ ഇത് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു സഭയിൽ. പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു രീതിയിൽ ഇത് രൂപം പ്രാപിക്കുന്നത് 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അതുവഴി സഭ നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരവും ആത്മാവും എന്ന് പറയുന്നത് നിശബ്ദതയാണ്. അപ്പോൾ ഈ ക്രൂശിത രൂപം മറയ്ക്കുമ്പോൾ സഭ നമ്മളോട് ഈ നിശബ്ദതയിൽ ഈ രഹസ്യത്തെ ധ്യാനിക്കുവാനും കൂടെ നമ്മളോട് ക്ഷണിക്കുകയാണ്.